ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഞങ്ങളെ കസിൻ്റെ കല്യാണമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ പാല് കാച്ചലായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയായിരുന്നു മൊത്തം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നത്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അർജുല്ലാത്തതുകൊണ്ട് തന്നെ കാർ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഓട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും നോക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും കൂടി. വീടിൻ്റെ പണികളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ പാല് കാച്ചൽ നമുക്ക് ഉടനെ തന്നെ നടത്തണം. കാരണം കുംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാല് കാച്ചാൻ വേണ്ടി പറ്റില്ല. ഹൗസ് വാമിങ് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും വെക്കാം. അതിന് പ്രത്യേക ദിവസമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയൊരു ഫംഗ്ഷനായിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീട് പണിയൊക്കെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പാല് കാച്ചലാകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അടുക്കളയെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. കിച്ചണൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് പണിക്കാരായിരുന്നു കേട്ടോ. തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ. കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് പുട്ട് ടുഗെദർ ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് പാല് കാച്ചലിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2-3 അമ്പലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ നമുക്ക് പാല് കാച്ചുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഫസ്റ്റായിട്ട് കയറുന്ന സമയത്ത് അരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുവയ്ക്കണമല്ലോ. അപ്പോൾ അതൊക്കെ മേടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാം കൂടി ആയതുകൊണ്ട് ഭയങ്കര ഒരു തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. കാരണം അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തത്തിൽ ഭയങ്കര തിരക്കായിപ്പോയി എല്ലാം കൊണ്ടും. അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് നമ്മൾക്ക് 2-3 പൂജകൾ ഉണ്ടായിരുന്നു. വാസ്തുബലി എന്ന് പറഞ്ഞിട്ടൊരു പൂജ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ സുദർശന ഹോമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ പുതിയ വീട്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 8 മണി 8:30 ആയപ്പോഴാണ് പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തിരുമേനിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചുകൊണ്ട് തന്നെ തിരുമേനി ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തു. എല്ലാ പൂജയൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 2 പേരാണ് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ പൂജ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ അല്ല കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. നമ്മളുടെ അമ്മമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോവാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഏകദേശം 10-11 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലെത്താനായിട്ട്. പിന്നെ അമ്മമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പുതിയ വീട് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൊണ്ടും എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും പോളിഷ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ എണീറ്റ് വന്നാൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പൂജയൊക്കെ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞ ടൈമിന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് 3 മണിക്കാണ് ഗണപതി ഹോമം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തണം. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യം തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്കുള്ള ഗണപതി ഹോമമാണ്. ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമായിരുന്നു നമ്മളുടെ പാല് കാച്ചൽ ചടങ്ങ്. പാല് കാച്ചൽ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ. 7:20 നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 7:20 നമ്മൾ പാല് കാച്ചാനായിട്ട് തുടങ്ങണം. 7:45 ആകുമ്പോഴത്തേക്കും തിളച്ച് പൊന്തവും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എത്താനൊക്കെ ആയിട്ട് കുറച്ച് വൈകി പോയി. എന്നാലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. വീടിൻ്റെ പണി കഴിയാത്തത് കാരണം നമുക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഏകദേശം 1 മാസം കൂടി എടുക്കും നമ്മളുടെ വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിയാനായിട്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ആവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പാല് കാച്ചി കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ അവിടെ തന്നെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ പാല് കാച്ചാനായിട്ട് പോവാണ്. നേരെ നിലവിളക്ക് കൊണ്ടുപോയിട്ട് പാല് കാച്ചുന്നതിൻ്റെ സ്ഥലത്ത് വെക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടിക വെച്ചിട്ടുള്ള അടുപ്പായിരുന്നു നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ അതൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് പാല് കാച്ചുക. പിന്നെ ഈ ഒരു അടുപ്പ് തീ പിടിച്ച് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ചിറ്റ ചെയ്ത് തന്നു കേട്ടോ. ചിറ്റ വിറകിന് തീ കൊടുക്കലും എല്ലാം തന്നെ ചിറ്റ പെട്ടെന്ന് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്കിത് അത്ര ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് തിളയ്ക്കുമോ, ഇത് ആ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ തിളച്ച് മറിയുമോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഈ പാല് തിളച്ച് മറിയുന്നതിന് ഓരോ ഭാഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്
കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരുടെ ബിഗ് താങ്ക് യു പറയണം. കാരണം എൻ്റെ ഫാമിലി അതേപോലെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ. പിന്നെ നമ്മൾ പാല് കാച്ചിട്ടുണ്ടായിരുന്നത് ചെമ്പിലാണ് കേട്ടോ. ഇതെനിക്ക് അമ്മമ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെമ്പാണ് പാല് കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലായിരുന്നു പാല് കാച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ എല്ലാവരും ഇതിലാണ് പാല് കാച്ചാന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഇതിൽ തന്നെയാണ് കാച്ചാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഒരു 3 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം തുരുമ്പ് പിടിക്കും എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. കലത്തിൽ വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കലം ചൂട് പിടിച്ച് വരാൻ തന്നെ അത്യാവശ്യം കുറേ സമയമാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പാല് കാച്ചലൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. സോ ഞാൻ എല്ലാ വീഡിയോസും കൂടി പുട്ട് ടുഗെദർ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ടാറ്റാ.